എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ബാങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അവസരമുണ്ട്. ബാങ്ക് ഓഫ് ബറോഡയിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത്. ഇതിലേക്ക് ഡിഗ്രി യോഗ്യതയുള്ളവർക്കാണ് അവസരമുള്ളത്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്കാണ് അവസരമുള്ളത്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാങ്ക് ഓഫ് ബറോഡയിലേക്കാണ് ഇപ്പോൾ ജോബ് വേക്കൻസി വരുന്നത്. തസ്തിക വരുന്നത് അപ്രന്റിസ് ആണ്. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് 11 ഒരു കാൻഡിഡേറ്റിന് ഒരു സ്റ്റേറ്റിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ആദ്യമേ അപ്രന്റിസ്ഷിപ്പ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അതായത് www.apprenticeshipindia.gov.in എന്ന സൈറ്റിലോ അല്ലെങ്കിൽ nats.education.gov.in എന്ന സൈറ്റിലോ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. എന്നിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി 20 മുതൽ 28 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേഷനാണ്. ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിനാണ്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഡ്യൂറേഷൻ വരുന്നത് 12 months ആയിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഈ പറഞ്ഞ പ്രായപരിധി കൂടാതെ SC/ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBC കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുമുണ്ട്. ഇനി വേക്കൻസി എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. കേരളത്തിൽ ആകെ 89 വേക്കൻസിയാണുള്ളത്. ഇതിൽ SC 8, ST ഇല്ല, OBC 24, EWS 8, അൺറിസർവ്ഡ് 49 എന്നിങ്ങനെയാണ് ആകെ വേക്കൻസി വരുന്നത്. ടോട്ടൽ 4000 വേക്കൻസിയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഇനി ഡിസ്ട്രിക്റ്റ് വൈസ് വേക്കൻസി എങ്ങനെയാണെന്ന് നോക്കാം. കേരളത്തിൽ വരുന്നത് ആലപ്പുഴ 5 വേക്കൻസി, എറണാകുളം 30 വേക്കൻസി, കണ്ണൂർ 5 വേക്കൻസി, കാസർഗോഡ് 7 വേക്കൻസി, കോഴിക്കോട് 10 വേക്കൻസി, മലപ്പുറം 5 വേക്കൻസി, പാലക്കാട് 7 വേക്കൻസി, തിരുവനന്തപുരം 10 വേക്കൻസി, തൃശ്ശൂർ 10 വേക്കൻസി എന്നിങ്ങനെയാണ് ആകെ 89 വേക്കൻസി കേരളത്തിൽ വരുന്നത്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഡിസ്ട്രിക്റ്റ് അനുസരിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ SC, ST, OBC കാറ്റഗറി ആണെങ്കിൽ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ കോമ്പീറ്റന്റ് അതോറിറ്റിയുടെ സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. OBC ആണെങ്കിൽ നോൺ ക്രിമിലിയർ ആയിരിക്കണം. അതുപോലെ ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്ന് നോക്കാം. അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ ആദ്യമേ അപ്രന്റിസ്ഷിപ്പ് പോർട്ടൽ രജിസ്റ്റർ ചെയ്യണം. സൈറ്റ് നേരത്തെ പറഞ്ഞ തന്നെയാണ്. ഒന്നുകിൽ nats.education.gov.in അല്ലെങ്കിൽ www.apprenticeshipindia.gov.in ഇതിലേതെങ്കിലും ഒരു സൈറ്റിൽ നിങ്ങൾ ആദ്യമേ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് നോക്കാം. കളർ സ്കാൻ കോപ്പി ഓഫ് ആധാർ കാർഡ് ഫ്രണ്ട് ആൻഡ് ബാക്ക് പേജ്. ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് പേജിൻ്റെ കളേർഡ് സ്കാൻഡ് കോപ്പി വേണം. സൈസ് കൊടുത്തിട്ടുണ്ട്. 1 MB താഴെ ആയിരിക്കണം. ഫോർമാറ്റ് JPEG ആണ്. അടുത്തത് പാൻ കാർഡിൻ്റെ കളർ സ്കാൻ കോപ്പി വേണം. വാലിഡ് പേഴ്സണൽ ഇമെയിൽ ID, വാലിഡ് മൊബൈൽ നമ്പർ. ഇനി പറയുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെയൊക്കെ തന്നെ കളേർഡ് സ്കാൻ കോപ്പി വേണം. എന്തൊക്കെയാണെന്ന് നോക്കാം. പാസ്പോർട്ട് സൈസ് ഫോട്ടോ, 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ഷീറ്റ്, +2ൻ്റെ മാർക്ക് ഷീറ്റ്, ഡിഗ്രിയുടെ മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ സേവിംഗ് ബാങ്ക് പാസ്ബുക്ക് അല്ലെങ്കിൽ ചെക്ക് ലീഫിൻ്റെ സ്കാൻ കോപ്പി, കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചറിൻ്റെ സ്കാൻഡ് കോപ്പി. ഇത്രയും ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആവശ്യമാണ്. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഓൺലൈൻ എക്സാമിനേഷനുണ്ട്, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനുണ്ട്, അതുപോലെ തന്നെ ലോക്കൽ ലാംഗ്വേജിൻ്റെ ടെസ്റ്റ് വരുന്നുണ്ട്. ഓൺലൈൻ എക്സാമിൻ്റെ സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ജനറൽ ഓർ ഫിനാൻഷ്യൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് റീസണിങ് ആപ്റ്റിറ്റ്യൂഡ്, കമ്പ്യൂട്ടർ നോളജ്, ജനറൽ ഇംഗ്ലീഷ് ആണ് വരുന്നത്. 100 മാർക്കിനാണ് എക്സാം ഉള്ളത്. നെഗറ്റീവ് മാർക്ക് വരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനുണ്ട്. ലാസ്റ്റ് വരുന്നത് ലോക്കൽ ലാംഗ്വേജിൻ്റെ ടെസ്റ്റാണ്. കേരളത്തിലെ ലോക്കൽ ലാംഗ്വേജ് മലയാളം ആയതുകൊണ്ട് മലയാളത്തിൻ്റെ ടെസ്റ്റാണ് വരുന്നത്. മലയാളത്തിൻ്റെ റീഡിങ്ങും റൈറ്റിങ്ങും സ്പീക്കിങ്ങും ആയിരിക്കും ചെക്ക് ചെയ്യുന്നത്. ഇനി സ്റ്റൈഫൻഡ് എത്രയാണ് ലഭിക്കുന്നതെന്ന് നോക്കാം. മെട്രോ ഓർ അർബൻ ബ്രാഞ്ചുകളിലാണെങ്കിൽ 15,000 രൂപയാണ് സ്റ്റൈഫൻഡ് ലഭിക്കുന്നത്. റൂറൽ ഓർ സെമി അർബൻ ബ്രാഞ്ചുകളാണെങ്കിൽ 12,000 രൂപയാണ് സ്റ്റൈഫൻഡ് ലഭിക്കുന്നത്.
അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ജനറൽ കാറ്റഗറി, EWS കാറ്റഗറി, OBC കാറ്റഗറി ആണെങ്കിൽ 800 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. SC ST കാറ്റഗറിയും ഫീമെയിൽ കാൻഡിഡേറ്റ്സും ആണെങ്കിൽ 600 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ഇനി PWBD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 400 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ഇനി നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റിന് പോകുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടതെന്ന് നോക്കാം. ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സിലൊക്കെ തന്നെ ഒറിജിനലും കൊണ്ടുപോകണം, സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ഫോട്ടോ കോപ്പിയും കൊണ്ടുപോകണം. എന്തൊക്കെയാണെന്ന് നോക്കാം. ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റിൻ്റെ ഇൻറ്റിമേഷൻ ലെറ്റർ അല്ലെങ്കിൽ മെയിലിൻ്റെ പ്രിൻ്റ് കൊണ്ടുപോവുക. നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് കൊണ്ടുപോകണം. പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് കൊണ്ടുപോവുക. ഫോട്ടോ ഐഡൻറ്റിറ്റി പ്രൂഫ്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സും നിങ്ങളുടെ ഓരോ ഇയറിൻ്റെയും സെമസ്റ്ററിൻ്റെയും മാർക്ക് ഷീറ്റും കൊണ്ടുപോവുക. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. SC ST OBC EWS ആണെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവുക. OBC ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. ഇത്രയും ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആകുമ്പോഴത്തേക്കും കൊണ്ടുപോകേണ്ടതാണ്. ഓരോ സർട്ടിഫിക്കറ്റിൻ്റെയും ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചാണ് നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ കേരളത്തിൽ ബാങ്ക് ഓഫ് ബറോഡയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അവസരമുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. കേരളത്തിലാണ് ജോലി വരുന്നത്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.